ഓക്കെ. സോ നോക്കി അങ്ങനെ ഇതാണ്ട് ഈ പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ 5, എക്സ് 2നും 10നും ഇടയ്ക്കാണെങ്കിൽ എ എക്സ് പ്ലസ് ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ 21. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ എക്സ് പ്ലസ് ബി, എയും കണ്ടുപിടിക്കണം ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് താണ്ട 3 കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ 3 കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഡിഫറൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതായത് എങ്ങനെയൊക്കെയാണ്? 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്ത് 2 എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതേപോലെ 10 എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്ത് ഈ 2 സാധനങ്ങളും കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? 2 ഇക്വേഷൻ ഉണ്ടാക്കാം. 2 വേരിയബിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ ആണേ? ഓക്കെ, സോ ചെയ്യാം. നമുക്ക് ആദ്യമേ അറ്റ് എക്സ് ഈക്വൽ ടു 2 നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 2 നോക്കാം. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഉറപ്പായിട്ടും ഫംഗ്ഷൻ എന്താ? കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷനേ എന്താ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് തന്നെയാണ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 2 എൽ എച്ച് എൽ കണ്ടുപിടി. ആദ്യമേ എൽ എച്ച് എൽ പറ. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് തൊട്ട് മുന്നേ ഉള്ളത് 2നേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? വാല്യൂ എന്താ? 5. ആൻസർ എന്താ? 5. ഇനി ആർ എച്ച് എല്ലോ? ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 2ൻ്റെ തൊട്ട് മേളിലാണ് വാല്യൂ എങ്കിൽ, എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2ൻ്റെ തൊട്ട് മേളിലാണെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ മാറിയടാ? എ എക്സ് പ്ലസ് ബി എന്നായി അല്ലയോ? എ എക്സ് പ്ലസ് ബി എന്നായി. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്ക്, 2a പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ, സോ 2ൽ കണ്ടിന്യൂസ് ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അപ്പോൾ എന്താണ്? ഈക്വലാണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സോ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ഫസ്റ്റ് ഇക്വേഷൻ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാം നമുക്ക്. അറ്റ് എക്സ് ഈക്വൽ ടു, അടുത്ത ഇനി ബ്രേക്ക് ആവുന്ന എവിടെ? കണ്ടോ, 10ന് തൊട്ട് മുന്നേ ആണെങ്കിൽ ഫംഗ്ഷൻ ഇതാ, 10ന് മുകളിലോട്ടാണ് വാല്യൂ എങ്കിൽ ഫംഗ്ഷൻ താണ്ട് 21. സോ അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് 10ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ എടുക്കുന്നത് ഫംഗ്ഷൻ എന്താ? എ എക്സ് പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് കിട്ടും? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 10a പ്ലസ് ബി എന്ന് കിട്ടും. 10a പ്ലസ് ബി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് 10 കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ എടുക്കുന്നത്. 10 കഴിഞ്ഞിട്ടാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ വാല്യൂ എന്താ? അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ? 21. ആൻസർ എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. നമുക്കറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താ? 21. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. സോ ഈ 2 ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? 10a പ്ലസ് 5b ഈസ് ഈക്വൽ ടു, ഇതാ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം 5 കൊണ്ട്. അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10a പ്ലസ് 5b. ഇവിടെ എന്ത് കിട്ടും? 25 കിട്ടും. 25. മറ്റേ ഇക്വേഷൻ എന്തായിരുന്നു? 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21 ആയിരുന്നു. സോ ഫസ്റ്റ് ഈ 2 ഇക്വേഷൻ എന്താണ്ട് ഈ ഇക്വേഷൻ കുറച്ച് വെക്ക്. നമുക്ക് ആൻസർ എന്ത് കിട്ടും? എ 2 ക്യാൻസൽ ആയി പോയി. 10a നിന്നും 10a പോയി കഴിഞ്ഞാൽ 0a. 5bയിൽ നിന്നും ഒരു ബി പോയി കഴിഞ്ഞാൽ 4b ഈസ് ഈക്വൽ ടു 25 21 പോയി കഴിഞ്ഞാൽ 25 21 പോയി കഴിഞ്ഞാൽ 22 23 24 25 4 അല്ലേ? സോ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. ബി എത്ര കിട്ടി? 1 കിട്ടി. ബിക്ക് ഇവിടെ 1 കൊടുത്ത് നോക്ക്. 2a പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എത്ര? 5 1 4 4/2 2. എ എത്ര കിട്ടി? 2 കിട്ടി. സോ ബി 1 കിട്ടി. എ ഈസ് ഈക്വൽ ടു എന്തും കിട്ടി? 2 കിട്ടി. ഓക്കെ ആണോ? സോ എ 2 കിട്ടി, ബി എന്ത് കിട്ടി? 1 കിട്ടി. എയും ബിയും കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം. സോ നോക്കിയേ, അടുത്ത പ്രോബ്ലം നോക്കിയേ. സോ നമുക്ക് നോക്കാം അടുത്ത പ്രോബ്ലം. നമ്മുടെ 31th പ്രോബ്ലം നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മക്കളെ, ഈ ഫംഗ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നത്? കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിരുന്നത് അല്ലയോ? അതായത് കോസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആണേ? ആണ്. സോ കോസ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതി കിടക്കുമല്ലയോ? കണ്ടോ, കോസ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് കോസ്, അതിനകത്ത് കിടക്കുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് എക്സ് സ്ക്വയർ. സോ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ
എക്സ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതി കിടക്കുക ആണ്. അങ്ങനെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന ഫംഗ്ഷൻസ് നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. നമ്മൾ അതേപോലെ ഒരു തിയറവും പഠിച്ചായിരുന്നു. നമ്മൾ ആ തിയറി പാർട്ട് പഠിച്ച സമയത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക, ജി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനും കൂടെ ചേർന്നുണ്ടാകുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഓക്കെ, ഇതുപോലുള്ളൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ പഠിച്ചായിരുന്നല്ലേ? സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മറ്റൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന പുതിയ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ താണ്ട ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക. അതായത് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യും? എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കും. അങ്ങനെ എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷനും അതിനകത്ത് കിടക്കുന്ന ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ അത് രണ്ടും ചേർന്നുണ്ടായ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ. സോ നമ്മൾ ആദ്യം തെളിയിക്കും എന്താ? കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ. സോ ഞാൻ കൺസിഡർ ചെയ്യുക, ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? കോസ് എക്സ്. നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? കോസ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ ആദ്യം വിളിക്കുന്ന ഫംഗ്ഷൻ ആരാ? കോസ്. സോ ഫസ്റ്റ് ഫംഗ്ഷനെ ഞാൻ എന്ത് വിളിച്ചു? ജി ഓഫ് എക്സ് എന്ന് വിളിച്ചു. ആൻഡ് രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ, അതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഏതാ? രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ? എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ. സോ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വിളിച്ചു, എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ രണ്ടും ഫംഗ്ഷനും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് രണ്ടും ചേർന്നുണ്ടായ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. സോ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സിനെ എടുക്കാൻ പോവുക. സോ ജി ഓഫ് സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോസ് സി ആയിരിക്കും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്നാക്കും നമ്മളല്ലയോ. എന്നിട്ട് എന്ത് ചെയ്യും? കോസ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? സി പ്ലസ് എച്ച് എന്ന് കൊടുക്കും. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കും? സി പ്ലസ് എച്ച് എന്ന് കൊടുക്കും. എച്ച് ടെൻസ് ടു എന്ത് ചെയ്യും? 0 എന്ന് കൊടുക്കും. നമ്മൾ തൊട്ട് മുന്നേയും പ്രോബ്ലം ചെയ്തപ്പോൾ അത് തന്നെ ചെയ്തല്ലേ. കാരണം എന്താ? എക്സ് സി ആവണം. എക്സ് സി ആവണമെങ്കിൽ എച്ച് എന്താവണം? ഇവിടെ എച്ച് 0 ആവണം. കാരണം എച്ച് ഈക്വൽ ടു സി പ്ലസ് എച്ച് അല്ലയോ. എച്ച് ഈക്വൽ ടു സി എന്ന് വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എക്സ് സി ആവും തോറും എച്ച് എന്തായിക്കൊണ്ടിരിക്കുക? 0 ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ. സോ എക്സ് ടെൻസ് ടു സി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? എച്ച് ടെൻസ് ടു എന്ത് വിളിക്കാം? 0 എന്ന് വിളിക്കാം. എന്നിട്ട് കോസ് ഓഫ് എന്ത് വിളിക്കാം? സി പ്ലസ് എച്ച് എന്ന് വിളിക്കാം. എക്സിന് പകരം എന്ത് വിളിക്കാം? സി പ്ലസ് എച്ച് എന്ന് വിളിക്കാം. ഓക്കെ ആണേ? ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്ത് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ആൻസർ കോസ് സി എന്ന് കിട്ടും. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാത്ത വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. സോ കോസ് സി എന്ന് കിട്ടും. സോ ജി ഓഫ് എക്സ്, സോ ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് എന്താണെന്ന് മനസ്സിലായി? കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ ആരാ? നമ്മുടെ അടുത്ത ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? എച്ച് സ്ക്വയർ. നമുക്കറിയാം എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്തൊരു ഫംഗ്ഷനാണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ. സോ ഞാൻ എന്തായാലും ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. എച്ച് ഓഫ് സി എന്താ? എച്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ലിമിറ്റ് എച്ച് ടെൻസ് ടു സി, എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു അതും എന്താ? സി സ്ക്വയർ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് സിയും എന്ത് തന്നെയാണ്? സി സ്ക്വയർ തന്നെയാണ്, സെയിം തന്നെയാണ്. സോ നമുക്ക് മനസ്സിലായി എച്ച് ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഓക്കെ. therefore എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലയോ. ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? ജി ഓഫ് എക്സ്. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലയോ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ കണ്ടോ, ആദ്യം വിളിച്ച ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സ്ക്വയർ. ജി ഓഫ് എച്ച് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് സ്ക്വയർ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ്. ജി ഓഫ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അന്നേരം? കോസ് എക്സ് സ്ക്വയർ. ഓക്കെ. സോ ജി ഓഫ് എക്സ് ആവുന്നെങ്കിൽ കോസ് എക്സ്, എച്ച് സ്ക്വയർ വന്നാൽ കോസ് എച്ച് സ്ക്വയർ വരും. ഓക്കെ. സോ ജി ഓഫ് എച്ച് സ്ക്വയർ എന്താ? കോസ് എച്ച് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. സിമ്പിൾ ആണേ.
സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇൻഡിവിജ്വലായിട്ട് ആ ഫംഗ്ഷൻസിനെ എടുക്കുക, അത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഓക്കെ ഓക്കെ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കിയാൽ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് കോസ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ സോ ഞാൻ പറയുക ജി ഓഫ് എക്സ്, ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, മോഡ് എക്സ്, ആൻഡ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാ, കോസ് എക്സ്. ഓക്കെ ഓക്കെ സോ എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ്. പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇനി, കാരണം തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് കാണിച്ചല്ലോ, ഇനിയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. സോ സെയിം രീതിയിൽ എന്ത് ചെയ്യുക, എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്, മോഡ് എക്സിൻ്റെയും പ്രൂഫ് നമുക്കറിയാവുന്നല്ലോ, ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സോ മോഡ് എക്സ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. മോഡ് എക്സ് എങ്ങനെയായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്ത്, മോഡ് എക്സ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്ത്, അതാ നോക്കിയേ. കേസ് 1 ഒരു കേസ് എടുക്കുക, കേസ് 1 സി എന്ന് പറയുന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. സി ലെസ് ദാൻ എന്താണെന്ന് വിചാരിക്കുക, 0 ആണെന്ന് വിചാരിക്കുക. സോ സി ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമുക്കറിയാം മോഡ് ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ മോഡ് ഫംഗ്ഷനെ ആദ്യം എന്ത് ചെയ്യും, മോഡ് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലയോ. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്, നമുക്കറിയാം അതിന് സ്പ്ലിറ്റ് ചെയ്യും എന്താ, എക്സ് 0യേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് -2 -3 അങ്ങനെ വരുന്നെങ്കിൽ, അതായത് മോഡിനകത്തൊരു നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവോടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്താവും, പോസിറ്റീവ് ആവത്തുള്ളൂ. സോ മോഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താ, പോസിറ്റീവായിട്ട് കിട്ടണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ള തിയറി പാർട്ട് പറഞ്ഞപ്പോഴും മോഡ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ സോ മനസ്സിലാക്കുക, അതിനകത്ത് വരുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ, മൈനസ് എക്സ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലോ സിംപ്ലി എക്സ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ സോ ഇങ്ങനെ എന്ത് ചെയ്തു, മോഡ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, എക്സ് ഒരു -2 ആയിരുന്നു കിട്ടിയത്. സോ മോഡ് ഓഫ് -2, നമുക്ക് ഔട്ട്പുട്ട് കണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ടാണ്. സോ -2നെ എന്ത് ചെയ്യണം, ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ അകത്ത് വരുന്ന സാധനം ലെസ് ദാൻ 0 ആണ്, ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പോസിറ്റീവ് ആവാനായിട്ട്. സോ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് ആണ് ഫംഗ്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, എക്സ് തന്നെ. ഓക്കെ ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണെങ്കിൽ 0യേക്കാൾ മുകളിലുള്ള വാല്യൂ ഇല്ലയോ, 0യേക്കാൾ മുകളിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷൻ എന്താ, എക്സ്, ആൻസർ 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അവിടെ ഫംഗ്ഷൻ എന്താ, മൈനസ് എക്സ്, അതും 0 തന്നെ. എഫ് ഓഫ് 0 എന്ത് തന്നെയാണ്, 0 തന്നെ. സോ 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണിത്, കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ഇതാണ്ട് നോക്കിയാൽ കേസ് 1 ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ, 0യേക്കാൾ മുന്നേ ഉള്ളൊരു ഏതെങ്കിലും ജനറൽ പോയിന്റ് എടുക്കുക. 0യേക്കാൾ മുന്നേ ഉള്ളൊരു ജനറൽ പോയിന്റ് എടുക്കുക. ജനറൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് സി എന്ത് കിട്ടും, നമുക്കറിയാം സി ലെസ് ദാൻ 0. സി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താ, മൈനസ് എക്സ് ആണ്. സോ എഫ് ഓഫ് സി എന്ത് കിട്ടും, മൈനസ് സി എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ, നമുക്കറിയാം സി എന്ന് പറയുന്ന പോയിന്റ് ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്ത് എന്താ, ലെസ് ദാൻ 0 ആയിട്ടുള്ള ഒരു പോയിന്റ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, മൈനസ് എക്സ്. ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അത് എന്ത് തന്നെ കിട്ടും, ആൻസർ മൈനസ് എന്ന് കിട്ടും. സോ കേസ് 1 കണ്ടിന്യൂസ്, അതായത് 0യേക്കാൾ ചെറിയ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അവിടെ എല്ലാം എന്ത് തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നെ. കേസ് 2 കേസ് 2 നോക്കുക, അതായത് സി എന്താ, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ത് കിട്ടും, സി എന്ന് കിട്ടും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്താ, എക്സ് നമുക്കിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത എക്സ് എന്താ, സി ഗ്രേറ്റർ ദാൻ 0 അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ, എക്സാ. ഫംഗ്ഷൻ എന്താ, എക്സാ ഈസിക്കൽ ടു എന്താ ആൻസർ കിട്ടും, സി കിട്ടും. അവിടെ എന്ത് തന്നെ ഇത് കണ്ടിന്യൂസ് തന്നെ. സോ കേസ് 1 കണ്ടിന്യൂസാ, കേസ് 2 കണ്ടിന്യൂസാ, 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് തന്നെയാണ്, കണ്ടിന്യൂസാ. സോ ഈ ഫംഗ്ഷൻ മോഡ് ഫംഗ്ഷൻ എന്താ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കോസ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം therefore എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനിലല്ലായിരുന്നു എഫ് ഓഫ് എക്സ്, താ നോക്കിയേ ജി ഓഫ് എച്ച് ഓഫ് എക്സ് അല്ലേ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. സോ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്താ, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ് കൺസിഡർ ചെയ്തത്. സോ ജി ഓഫ് കോസ് എക്സ്
വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം ജി ഓഫ് കോസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മോഡെറ്റ്സാണ്. അപ്പോൾ ജി ഓഫ് കോസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരും മോഡ് കോസെറ്റ്സ് വരും. സോ മോഡ് കോസെറ്റ്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ. സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇൻഡിവിജ്വലായിട്ട് ആ ഫംഗ്ഷൻസിനെ എടുക്കുക, അത് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തുണ്ടാക്കുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എന്ത് തന്നെയായിരിക്കും കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. എക്സാമിൻ ദാറ്റ് സൈൻ ഓഫ് മോഡെറ്റ്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, ഇതും എന്താ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ ലെറ്റ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ കിടക്കുക. സോ ഞാൻ രണ്ട് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യും. ഫംഗ്ഷൻ ആദ്യം ഫംഗ്ഷൻ എന്ന് വിളിച്ചത് ആരെയാ സൈനിനെ. സോ ജി ഓഫ് എക്സിനെ സൈൻ എക്സ് എന്നും വിളിക്കും, മോഡ് എക്സിനെ നമ്മൾ എന്ത് വിളിക്കും എച്ച് ഓഫ് എക്സ് എന്നും വിളിക്കും. ഓക്കെ ഓക്കെ. ഇനി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇനി കാണിക്കണോ? നമ്മൾ തൊട്ട് മുന്നേ എന്ത് ചെയ്തു? കോസ് എക്സ് കണ്ടിന്യൂസ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു അല്ലയോ? കോസ് എക്സ് കണ്ടിന്യൂസ് ആണ് നമ്മളിത് പ്രൂവ് ചെയ്തു. ആ കോസ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെയാണോ പ്രൂവ് ചെയ്തത് അതുപോലെ നമുക്ക് ആരെയും പ്രൂവ് ചെയ്യാൻ പറ്റും, സയൻസിനെയും പ്രൂവ് ചെയ്യാം. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത സമയത്ത് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത സമയത്തും നേരത്തെ ഉള്ള എക്സസൈസിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൈൻ എക്സ് ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് പിന്നെയും ചെയ്യേണ്ട കാര്യം ഇല്ല. സോ ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ പിന്നെയും ചെയ്യണം കേട്ടോ, ഞാനിവിടെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. സോ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് നമുക്കറിയാം അല്ലേ? തനിയെ ചെയ്ത് നോക്കണേ, തനിയെ ചെയ്ത് നോക്കണം. വീണ്ടും വീണ്ടും അറിയാവുന്നതാണെങ്കിലും ചെയ്ത് നോക്കുക. ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി സംഭവം സെറ്റ് ആവണം. ഓക്കെ, ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എച്ച് ഓഫ് എക്സ് ആൾസോ കണ്ടിന്യൂസ്. എച്ച് ഓഫ് എക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. ജി ഓഫ് എച്ച് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണേ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. എന്താ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണേ ആണ്, മോഡ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്താ സൈൻ എക്സ്. അപ്പോൾ ജി ഓഫ് മോഡ് എക്സ് എന്താ സൈൻ ഓഫ് മോഡ് എക്സ്. ഓക്കെ, സോ ജി ഓഫ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് മോഡ് എക്സ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. കണ്ടോ, therefore നമുക്ക് എഴുതാം therefore ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. കാരണം എന്താ? തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ചേർന്നുണ്ടാകുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, സോ നോക്കാം നമ്മുടെ അടുത്ത പ്രോബ്ലം, 34th പ്രോബ്ലം, നമ്മുടെ എക്സസൈസിലെ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം ഇത്. ഓക്കെ, ഇതെന്താണെന്ന് വെക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മോഡ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? മോഡ് എക്സ് മൈനസ് മോഡ് ഓഫ് എക്സ് പ്ലസ് 1. സോ ശരിക്കും പറഞ്ഞാൽ അതാണ്ട് ഇതൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം, ഇത് വേറൊരു ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ജി ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ്, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്, ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചതല്ലേ ആൽജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ പഠിച്ചതാണ് നമ്മൾ. സോ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ജി ഓഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. തെളിയിക്കണോ? ഇനി കാണിച്ചു തരണോ? വേണ്ട, നമ്മൾ ഒരുപാട് വട്ടം പ്രൂവ് ചെയ്താൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എച്ച് ഓഫ് എക്സ് ശരിക്കും പറഞ്ഞാൽ മോഡ് ഫംഗ്ഷൻ ആണ്. മോഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം, അതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തെളിയിക്കാം. ഓക്കെ, ഇത് എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ വേറെ മാർഗ്ഗമുണ്ട് കേട്ടോ. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മാർഗ്ഗമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺസെപ്റ്റിൽ ഒരു മാർഗ്ഗമല്ല. അതാണ് നോക്കി എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആ പോളിനോമിയൽ ഫംഗ്ഷൻ എവിടെ വന്നിരിക്കുന്നത്? മോഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്താണ്. സോ മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അകത്ത് കിടക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനെ ചേർന്നുണ്ടാക്കിയ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ് ആര്? മോഡ് ഓഫ് എക്സ് പ്ലസ് 1. സോ അതും എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. മോഡ് എക്സും എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് തന്നെയായിരിക്കും. സോ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കിട്ടുന്ന ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് തന്നെയായിരിക്കും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, എനിവേ ഞാൻ താണ്ടെ ഇതൊന്ന് ചെയ്യുന്ന കാണിച്ചു തരാം. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? മോഡ് ഓഫ് എക്സ് പ്ലസ് 1.
വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് പ്ലസ് വണ്ണിന് നമ്മൾ മോഡ് ഫംഗ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഇവിടെ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അകത്ത് കിടക്കുന്നത് 0 ആവുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നോക്കുക. അകത്ത് കിടക്കുന്നത് 0 ആവുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നോക്കുക. എക്സ് -1 ആയാലോ, എക്സ് -1 ആയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താവും, 0 ആവും. സോ ഞാൻ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് എവിടെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ, -1. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും, -1 എന്ന് പറയുന്ന പോയിന്റ്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താവും, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. എക്സിന് ഞാനൊരു നെഗറ്റീവ് വാല്യൂ -1നേക്കാൾ താഴെയുള്ള ഒരു വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ -2 കൊടുക്കുക. നമ്മുടെ ഫംഗ്ഷൻ എന്താവും, -2 + 1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ എന്താ, മോഡ് ഓഫ് -1 എന്ന് വരും. വരത്തില്ലയോ? അതായത് മോഡിനകത്ത് -1നേക്കാൾ താഴെയുള്ളൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ മോഡിനകത്ത് വരുന്ന ആൾ ആ -x+1 എന്ന് പറയുന്ന ആൾ അല്ലെ, സോറി x+1 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം മോഡ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കും. സോ ഈ -1നെ പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് ഈ അകത്ത് കിടക്കുന്ന സാധനത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ മാറും, ഈ അകത്ത് കിടക്കുന്ന സാധനം ആരാ, x+1, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് കൂടെ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ, അത് പോസിറ്റീവായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലോ എന്താ, -1നേക്കാൾ വലിയൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ 0 കൊടുത്ത് നോക്ക്. നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അകത്ത് വരുന്ന സാധനം എന്തായിരിക്കും, ആൾറെഡി പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്തെടുത്താൽ മതി, അകത്ത് കിടക്കുന്ന സാധനത്തെ അതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. സോ x+1 അങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്കറിയാം കേസ് 1 കൺസിഡർ എ പോയിന്റ് സി. നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം, ലെസ് ദാൻ -1, -1നേക്കാൾ മുന്നേ ഉള്ളൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. സോ -1നേക്കാൾ മുന്നേ ഉള്ള പോയിന്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് എന്താ, -1നേക്കാൾ മുന്നേ ഉള്ള പോയിന്റ്. സോ ഫംഗ്ഷൻ എന്താ, -(x+1) വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും, -(c+1) എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് സി എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എത്ര, ഞാൻ -1നേക്കാൾ മുമ്പേ ഉള്ളൊരു പോയിന്റാണ് ജനറൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത്. സോ എഫ് ഓഫ് എക്സ് എന്താ, -(x+1) എക്സിന് പകരം സി കൊടുത്താൽ മതി എഫ് ഓഫ് സി കണ്ടുപിടിക്കാൻ, -(c+1). സോ കേസ് 1 എന്താ, കണ്ടിന്യൂസ്. അതായത് -1ന് മുന്നോട്ടുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസാണ്. ഇനി കേസ് 2 എടുക്കും. കേസ് 2 എന്താ, സി ഗ്രേറ്റർ ദാൻ -1. സോ അവിടെയും സിമിലറായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സിമിലറായിട്ട് നമുക്ക് എന്ത് കിട്ടും, അവിടെയും എന്താണെന്ന് കിട്ടും, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. ഓക്കെ, കേസ് 1ലും കണ്ടിന്യൂസ് ആണ്, കേസ് 2ലും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് അറ്റ് എച്ച് ഈക്വൽ ടു -1. കണ്ടോ, -1ലെ ബ്രേക്ക് ആവുന്നത്. സോ -1ലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂറ്റി തെളിയിക്കണം. അതിനെന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക. എച്ച് ടെൻസ് ടു -1നേക്കാൾ മുന്നേ ഉള്ള വാല്യൂ. സോ -(x+1) ലിമിറ്റ് കൊടുക്കുമ്പോൾ ആൻസർ 0 കിട്ടും. കണ്ടോ, -1 കൊടുത്ത് നോക്കും, -1 + 1 0 ആയിപ്പോൾ ആൻസർ 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+, -1+, ഫംഗ്ഷൻ എന്താ, -1നേക്കാൾ വലുതാണെങ്കിൽ x+1 ആ ഫംഗ്ഷൻ. സോ -1 കൊടുത്ത് നോക്കുക, അതും 0 കിട്ടും. എഫ് ഓഫ് 0 കിട്ടും. സോ ഇവിടെയും എന്ത് തന്നെയാണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നെ. കണ്ടോ, എഫ് ഓഫ് 0 അല്ലയോ, ഈക്വൽ എഫ് ഓഫ് 0 അല്ല, എഫ് ഓഫ് -1, എഫ് ഓഫ് -1 എന്ത് കിട്ടും, 0 കിട്ടും. കൊടുത്ത് നോക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ കണ്ടീഷൻ ഇതാ. സോ എഫ് ഓഫ് -1 കൊടുത്തു കഴിഞ്ഞാൽ -1 + 1 എന്തായിപ്പോൾ 0 ആയിപ്പോൾ. സോ അവിടെയും ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസാണ്. അപ്പം -1നേക്കാൾ മുന്നേ ഉള്ള ഏത് പോയിന്റ് എടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസാണ്. -1 കഴിഞ്ഞിട്ടുള്ള ഏത് പോയിന്റ് എടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസാണ്. -1 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസാണ്. സോ എച്ച് ഓഫ് എക്സ് ഈസ് ആൾസോ എന്താ, കണ്ടിന്യൂസ്. ഓക്കെ ആണേ. ഓക്കെ, സോ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക, എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. Therefore f of x is equal to g of x minus h of x is also continuous. ഓക്കെ ആണേ. സോ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം.